ഹൈ സന്ദ്രീസ്, യൂഷ്വലി ഞാൻ ജിമ്മിൽ പോയാണ് കേട്ടോ വർക്ക്ഔട്ട് ചെയ്യുക. പക്ഷെ ചില ദിവസം എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല എന്നുള്ള അവസരങ്ങളിൽ ഹോം വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന എക്സസൈസ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ വാർമപ്പ് ചെയ്യുക. അതിപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. വാർമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം മാത്രമേ നമ്മൾ ഏതൊരു വർക്ക്ഔട്ടിലേക്കും കടക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ അഞ്ചെണ്ണം വീതമാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വാർമപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ആവും നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസസിന് വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് നമ്മൾ ചാടി ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് ഒക്കെ വരാനും പിന്നീട് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടും വാർമപ്പ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിപ്പോ നമ്മുടെ ഷോൾഡേഴ്സ് ആണെങ്കിലും ശരി, എൽബോസ് ആണെങ്കിലും ശരി, മെയിൻ ആയിട്ട് ഏത് ജോയിന്റ്സ് ആണെങ്കിലും അവിടെയൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ അതിനൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണം. പിന്നെ എക്സസൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹോം വർക്കൗട്ട് ഞാൻ 2 സെറ്റ് ആക്കിയിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ട്രെയിനർ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യണത്. അപ്പൊ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്, പിന്നെ നാളെ കോറിന് വേണ്ടിയിട്ട്, കോർ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അത് നാളെ വേറെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ആദ്യം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ആദ്യം ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണമെന്നുള്ളതല്ല, പക്ഷെ ബെയർ മിനിമം പോലും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മൾ ഇത്രയും കാലമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, ആ ഒരു പ്രാക്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റണത്. അപ്പൊ നമ്മൾ പറ്റണ പോലെ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് ഇങ്ങനെ ഒരുപാട് ഹെക്ടിക് ആയിട്ട് ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ ബോഡിക്കും നമുക്കും ഒട്ടും നല്ലതല്ല. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കുകയും ചെയ്യേണ്ട. പ്രാക്ടീസ് കൊടുക്കാൻ നമ്മൾ ബെറ്ററായി വരും എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഒരു ബേസിക് സാധനമാണ് കേട്ടോ. ഇതെല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ ആണെന്ന് കരുതരുത്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പൊ പിന്നെ നമ്മളിപ്പോ വർക്ക്ഔട്ടിൽ കിടക്കുകയാണെങ്കിൽ ജമ്പിങ് ജാക്സ് ആണ് കേട്ടോ. ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ചെയ്യേണ്ട, ഒഴിവാക്കാനേ ഞാൻ പറയുള്ളൂ. പിന്നെ ഹൈ നീസ് ഇതേ കണ്ടോ, ഇതേപോലെ നമ്മൾ ഓടണ പോലെ ഇങ്ങനെ ചെയ്യില്ലേ, കയ്യിൽ തട്ടി അത്. അതിനുശേഷം പുഷപ്പ് ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വാൾ പുഷപ്പ് ചെയ്യാം. ചുമരുമ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് ഇതേപോലെ മുന്നിലേക്കും പുറകോട്ടും ആക്കിയിട്ട് നമുക്ക് വാൾ പുഷപ്പ് ചെയ്യാം. ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ മാത്രം നമുക്ക് ഈ നീ പുഷപ്പ് ട്രൈ ചെയ്താൽ മതി കേട്ടോ. കാല് ഇതേപോലെ മുകളിലേക്ക് ആക്കിയിട്ട് നീസിൽ വെച്ചിട്ട് പുഷപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇതിലും നമ്മൾ അടിപൊളിയായാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള പുഷപ്പ് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അതും ആദ്യമൊക്കെ 1 2 ചെയ്യാൻ പറ്റിയെന്ന് വരുള്ളൂ. പിന്നീട് നമ്മൾ ബെറ്ററാക്കി കൊണ്ടുവരാണ് കേട്ടോ ചെയ്യാം. അടുത്തത് ഇത് നല്ല ടഫാണ്, ഇഞ്ച് വോം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ കൈ ഇതേ കണ്ടു ഇതേപോലെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഓരോ ഇഞ്ച് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഓരോ ഇഞ്ചല്ല കേട്ടോ, ശരി സോറി, ഓരോ അടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ബാക്കിലേക്കും അതേപോലെ വെച്ചിട്ട് നമ്മൾ എണീക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പൊ ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കണത്, ബോറടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ചെയ്താൽ മതി, ഒരു ധൃതിയില്ല കേട്ടോ. ഇഞ്ച് വോം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇഞ്ച് വോമിന്റെ ഒപ്പം തന്നെ ജമ്പ് ചെയ്യുകയും ചെയ്യാം. അതായത് ഫ്രണ്ടിൽ ഇതേപോലെ പോയി നമുക്ക് ജമ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നല്ല ഒരു എക്സസൈസ് തന്നെയാണ്. പിന്നീട് വന്നിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പുഷപ്പും കൂടി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ഒറ്റയടിക്ക് ഇതൊന്നും ചെയ്യണമെന്നില്ല. ബേസിക് ആയിട്ടുള്ളത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി കേട്ടോ. എപ്പോഴും ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റിയ നല്ലത് തന്നെയാണ്. ഒന്നും പറ്റില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണല്ലോ. അപ്പൊ ഞാൻ ഇതാണ് ഫോളോ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് സ്ക്വാട്സ് ചെയ്യാം. സ്ക്വാട്സ് ഫോം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ തെറ്റാൻ പാടില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് സ്ക്വാട്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് പ്ലാങ്ക് ചെയ്യാം. ഇത് നല്ല ഡിഫിക്കൽട്ടാണ്. ഇത് എത്ര നേരം ചെയ്യണു എന്നുള്ളതാണ്. ആദ്യം നമുക്കൊരു 30 സെക്കൻഡ് പോലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഞാനൊരു 1-1.5 മിനിറ്റ് കഷ്ടി ചെയ്യും, അത്രേ ഇടൂ. അത് കഴിയുമ്പോഴേക്കും ഞാൻ തളർന്ന് വീഴും കേട്ടോ. അപ്പൊ നമ്മൾ പതിയെ ബെറ്റർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വർക്ക്ഔട്ട് കഴിഞ്ഞു. ഇനി എന്താ സ്ട്രെച്ച്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പിടിക്കുക, എന്നിട്ട് ഇതേപോലെ തിരിയുക. അപ്പൊ നമ്മുടെ ഷോൾഡറിനുള്ളതായി. അതേപോലെ കൈ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ചെയ്യാം. അപ്പൊ നമ്മുടെ വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിന്റ്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ റിലാക്സ്ഡ് ആവാനും നമുക്ക് പിന്നീട് അങ്ങനെ പെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതായി. എന്നാലും ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, അതെങ്ങോട്ട് സഹിക്കുക. പിന്നെ ഇതേപോലെ കൈ പുറകുന്നാക്കിയിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. അതേപോലെ തന്നെ കാലിന്റെ ഭാഗത്തും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യുന്ന എക്സസൈസ്. വാർമപ്പും അതേപോലെ തന്നെ സ്ട്രെച്ചിങ്ങും
ജിമ്മിൽ പോയിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യുക. മറ്റേ ഹോം വർക്കൗട്ട് ആണെങ്കിൽ ഞാൻ വെയിറ്റ്സ് എടുത്തിട്ട് ഒന്നും ചെയ്യാറില്ല, കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വർക്കൗട്ടാണ് ഫോളോ ചെയ്യണത്. ഇനി ഒരു സെറ്റും കൂടി ഉണ്ട്, അത് ഞാൻ നാളെ കാണിക്കാം കേട്ടോ. അത് വന്നിട്ട് ലോവർ ബോഡിക്കും കോറിനും വേണ്ടിയിട്ടുള്ളത്. അപ്പൊ പറ്റണ പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മൂവ്മെന്റ് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാ. ഇതിപ്പോ എനിക്ക് ഒരു 25 to 30 മിനിറ്റ്സ് ആണ് എടുക്കാറുള്ളത്. പിന്നെ ഓരോ സെറ്റും ചെയ്യുമ്പോൾ 20 എണ്ണം വെച്ചിട്ട് 4 സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 4 സെറ്റ് ഇല്ലെങ്കിലും 3 2 എങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ.